ആദ്യമായിട്ട് ഞാൻ രജിത് കുമാർജിയെ പറ്റി കാണുന്നതും അതിനുശേഷം അറിയുന്നത് കൊടുങ്ങല്ലൂർ ഒരു പ്രോഗ്രാമിലായിരുന്നു. അന്ന് ആദ്യമായിട്ട് കണ്ടുമുട്ടി. പക്ഷെ കണ്ട് അപ്പം തന്നെ ഞങ്ങൾ കെട്ടിപ്പിടിച്ചു. ഈ പലപ്പോഴും നമുക്കൊരു കണക്ഷൻ, നമുക്കൊരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു താതാത്മ്യം ഫീൽ ചെയ്യുമ്പോൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മുരുക ഭഗവാനാണ്. അദ്ദേഹത്തിനെ കണ്ട മുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയാണ്. 100% കമ്മിറ്റഡ് ആണ്, 100% സിൻസിയർ. അപ്പൊ ഒരു വ്യക്തി ഒരു കാര്യത്തിൽ 100% കമ്മിറ്റഡ് ആവുമ്പോൾ അതിന്റെ ബാക്കിൽ ഒരു കൺവിക്ഷൻ ഉണ്ടാവും, ഒരു വിശ്വാസം, ദൃഢവിശ്വാസം. ആ ദൃഢവിശ്വാസം തന്നെയാണ് ശക്തി. ഡെമോഗ്രഫി ഈസ് ഡെസ്റ്റിനി. എങ്ങനെ ഒരു ജനത ചിന്തിക്കുന്നു കണ്ടിന്യൂസ്ലി, അത് ഡെസ്റ്റിനിയായി മാറും, ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ. അത് നോക്കുമ്പോൾ ഇപ്പൊ ഞാൻ LMRK കാണുന്നത് ഒരു റിവൈവൽ ആയിട്ടാണ്, റിവൈവൽ ഓഫ് എ ട്രഡീഷൻ. അപ്പൊ അത് കൂടുതൽ അതിന്റെ ഡെപ്തിൽ മനസ്സിലാക്കാൻ ഇപ്പോ ഈ സമയത്ത് ഈ സന്ദർഭത്തിൽ സാധിക്കുന്നുണ്ട്. അത് രഞ്ജിത്ജിയുടെ വലിയ റോൾ ഉണ്ട് അതിൽ. മോഹൻജി, സല്യൂട്ട് ഭാരത്. നമസ്കാരം. ഇപ്പോൾ LMRKയുടെ സ്റ്റുഡിയോയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേൾഡ് വ്യൂവർഷിപ്പുള്ള ഒരു ഗസ്റ്റിനെ കിട്ടുന്നത്. അതിൻ്റെ സന്തോഷം ആദ്യം അറിയിക്കുന്നു. ഇപ്പോൾ LMRKയുടെ ഒരു വേദിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തന്നെയാണ് ആദ്യ ചോദ്യം. എങ്ങനെയാണ് LMRKയായിട്ടുള്ള അസോസിയേറ്റ് എങ്ങനെയാണ് ഉണ്ടായത്? അത് ആ റിലേഷൻ എങ്ങനെയാണ്? ആദ്യമായിട്ട് ഞാൻ രജിത് കുമാർജിയെ പറ്റി കാണുന്നതും അതിനുശേഷം അറിയുന്നതും കൊടുങ്ങല്ലൂർ ഒരു പ്രോഗ്രാമിലായിരുന്നു. അന്ന് ആദ്യമായിട്ട് കണ്ടുമുട്ടി. പക്ഷെ കണ്ട് അപ്പം തന്നെ ഞങ്ങൾ കെട്ടിപ്പിടിച്ചു. പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ല എങ്കിൽ പോലും ആ ഒരു കണക്ഷൻ അന്ന് വന്നു. ഈ പലപ്പോഴും നമുക്കൊരു കണക്ഷൻ, നമുക്കൊരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു താതാത്മ്യം ഫീൽ ചെയ്യുമ്പോൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുരുക ഭഗവാനാണ്. കാരണം അദ്ദേഹം യുണൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതെല്ലാം. ഇപ്പോൾ LMRKയിലുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പം ഞാനതിൽ പല പ്രോഗ്രാമിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു ശക്തി ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ മെറ്റാഫിസിക്കൽ സൈഡ് കാണാൻ പറ്റില്ലല്ലോ, ഫിസിക്കലി മീറ്റിംഗ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ട മുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയാണ്. 100% കമ്മിറ്റഡാണ്, 100% സിൻസിയറാണ്. അപ്പോൾ ഒരു വ്യക്തി ഒരു കാര്യത്തിൽ 100% കമ്മിറ്റഡ് ആവുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു കൺവിക്ഷൻ ഉണ്ടാവും, ഒരു വിശ്വാസം, ദൃഢവിശ്വാസം ഉണ്ടാവും. ആ ദൃഢവിശ്വാസം തന്നെയാണ് ശക്തി. നമ്മുടെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ നോക്കിയിട്ട് ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ ഒരു വിശ്വാസക്കുറവുണ്ടാവും. അതേപോലെ ഒരു സക്സസിൻ്റെ ബാക്കിൽ ഒരു വിശ്വാസം ഉണ്ടാവും. അപ്പോൾ ആ ഒരു വിശ്വാസമാണ് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത്. അതായത് ഈ വ്യക്തിക്ക് ഇതിന് ഉറപ്പുണ്ട്, ഈ ചെയ്യുന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. അത് വരുമ്പോൾ പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട കുറേ അധികം. പിന്നെ ഈ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് ഉടനെ അറിയാൻ പറ്റില്ല. ചിലപ്പോൾ കാലത്തിൽ തെളിയിക്കുകയുള്ളൂ. എന്നുവെച്ചാൽ കാലം അത് കാലേ പറഞ്ഞു തരുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, എന്താ അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഞാൻ ചിന്തിക്കാറില്ല. നമ്മളിപ്പോൾ ഒരു കൂട്ടായ്മയുണ്ട്, ഈ ഒരു സമയത്ത് ജീവിച്ചിരിപ്പുണ്ട്, ഇതിൽ നമ്മൾ കൂടിച്ചേരുന്നുണ്ട്, അതിലൊരു സംതൃപ്തിയുണ്ട്, കൂട്ടായ്മ ഒരു സാഹോദര്യമുണ്ട്. അപ്പോൾ അതിലാണ് അതിൻ്റെ ഭംഗി. എപ്പോഴും നമ്മളൊരു പ്രോസസ്സിലാണ് ഭംഗി, എൻഡിലല്ല ഭംഗി. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലും ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സ് വളരെ ബ്യൂട്ടിഫുള്ളാണ്. പലപ്പോഴും അതിൻ്റെ എൻഡ് ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല, എന്ത് റിസൾട്ട് എന്നുള്ളത്. പക്ഷെ വേറൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഡെമോഗ്രഫി ഈസ് ഡെസ്റ്റിനി. അതായത് ഒരു ജനത എന്ത് ചിന്തിക്കുന്നു, ഡെമോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ മതപരമായിട്ട് മാത്രം കാണേണ്ട ഒരു കാര്യമില്ല, ചിന്താഗതിയുടെ ലെവലിലും കാണാം. അപ്പോൾ എങ്ങനെ ഒരു ജനത ചിന്തിക്കുന്നു കണ്ടിന്യൂസ്ലി, അത് ഡെസ്റ്റിനിയായി മാറും, ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ. അപ്പോൾ അത് നോക്കുമ്പോൾ ഇപ്പം ഞാൻ LMRK കാണുന്നത് ഒരു റിവൈവലായിട്ടാണ്, റിവൈവൽ ഓഫ് എ ട്രഡീഷൻ. അത് നശിച്ചു പോയി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അത് മനസ്സിലാക്കാതെ പോയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും കുറച്ചെങ്കിലും. അപ്പോൾ അത് കൂടുതൽ അതിൻ്റെ ഡെപ്തിൽ മനസ്സിലാക്കാനിപ്പോൾ ഈ സമയത്ത് ഈ സന്ദർഭത്തിൽ സാധിക്കുന്നുണ്ട്. അത് രഞ്ജിത്ജിയുടെ വലിയ റോളുണ്ട് അതിൽ. അദ്ദേഹം ഒരു റിവൈവറായിട്ട് സംഭവം നടന്നിട്ടുണ്ട് ഇതിൽ. അപ്പം നമുക്ക് ഈ സൗത്ത് ഇന്ത്യയിലും മാത്രമല്ല, ഈ ഏഷ്യ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയിലും ഒക്കെ ഈ മുരുക ഭഗവാന്റെ പ്രസൻസ് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്രസൻസ് അത് പതുക്കെ ഇല്ലാണ്ടായി, മറ്റുള്ള കൾച്ചറുകൾ ടേക്ക് ഓവർ ചെയ്തു. അപ്പോൾ ഈ കൾച്ചറാണ് ഒരു രാജ്യത്തിൻ്റെ സ്പൈൻ, ഒരു നട്ടെല്ല്, ഒരു രാജ്യത്തിൻ്റെ നട്ടെല്ല് അതിൻ്റെ കൾച്ചറാണ്. അപ്പോൾ ഏത് ഇൻവേഡർ വരുമ്പോഴും ആദ്യം ഡിസ്ട്രോയ് ചെയ്യുന്നത് കൾച്ചറാണ്. ആ കൾച്ചർ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അത് തിരിച്ച് വെറുതെ കൊണ്ടുവരാൻ പറ്റില്ല. അത് ആൾക്കാരെ മനസ്സിലാക്കിപ്പിച്ച് അവരെ അതിൽ പങ്കെടുപ്പിച്ച് പതുക്കെ റിവൈവ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ ആ സ്പൈൻ ശക്തമാവുമ്പോൾ രാഷ്ട്രം ശക്തമാവും.
അപ്പോൾ ആ ഒരു കണക്ഷനും എനിക്ക് വളരെ ഞാൻ അത്ഭുതത്തോടെ അല്ലെങ്കിൽ അതെനിക്ക് വളരെ താല്പര്യത്തോടെ ഞാൻ കാണുന്നൊരു കാര്യമാണ്. ഇപ്പം ഞാനും LMRക്കായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അധികം ആയിട്ടില്ല. പക്ഷേ എനിക്ക് അദ്ദേഹം പറയുന്നതും താങ്കളുടെ ചില വീഡിയോകളിൽ കണ്ടതായിട്ട് കോമൺ ഫാക്ടർ രണ്ടുപേരും സംസാരിക്കുന്നത് എനർജിയെക്കുറിച്ചാണ്. ഓരോ മനുഷ്യരിലും ഉണ്ടാകുന്ന ആന്തരികമായ ഊർജ്ജ പ്രവാഹം. അപ്പോൾ അതെങ്ങനെയാണ്? അതിനെ ഒന്ന് വിശദീകരിച്ച് തരുമോ? അതായത് നമുക്ക് ഫിസിക്കലുണ്ട്, ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തമൊക്കെയുള്ള ഫിസിക്കൽ സൈഡ് ഉണ്ട്. അത് നമ്മൾ ഈ കർമ്മ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതായത് സെൻസസ് ഉണ്ടല്ലോ, കണ്ണ്, മൂക്ക്, ഇതെല്ലാം ഓരോ ഭൂമിയിലെ ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പ്രോസസ്സ് ചെയ്യുന്നതാണ് മനസ്സ്, ബുദ്ധി, പിന്നെ ഈ ചിത്തം ഒക്കെ. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു കാഴ്ച കാണുമ്പോൾ അതിൻ്റെ കൂടെ മനസ്സുള്ളപ്പോഴേ നമ്മളത് കാണുന്നുള്ളൂ. അല്ലെങ്കിൽ മനസ്സ് എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മൾ നോക്കും, പക്ഷെ കാണില്ല. അപ്പോൾ അതേപോലെ അതിൻ്റെ ബാക്കിലുള്ള എനർജി സൈഡ് ഉണ്ടല്ലോ, മെറ്റാഫിസിക്കൽ, ഇതിൻ്റെ ഡയമെൻഷൻ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ഡയമെൻഷൻ്റെ ബേസിസിലാണ് നമ്മളെല്ലാതും അളക്കുന്നത്. ഒരു വ്യക്തിനെ അളക്കുന്നതോ അല്ലെങ്കിൽ വ്യക്തിനെ മനസ്സിലാക്കുന്നതോ സിറ്റുവേഷനെ മനസ്സിലാക്കുന്നതോ എല്ലാം ഫിസിക്കൽ ഡയമെൻഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ മെറ്റാഫിസിക്കൽ ഡയമെൻഷനിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അതൊരു അഗാധമായിട്ടുള്ള സമുദ്രമാണ്. ആ ഡയമെൻഷൻ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് അനുഭവിക്കാനേ പറ്റുള്ളൂ. അനുഭവിച്ചാൽ തന്നെ നമുക്കത് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിശബ്ദത എന്നൊരു അവസ്ഥ, ചിന്തയില്ലാത്തൊരവസ്ഥ, തോട്ട്ലെസ്, ആ സ്റ്റേറ്റ് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് അനുഭവിച്ചാൽ കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ ഈ എനർജറ്റിക് പ്ലെയിനിലേക്ക് ആൾക്കാരെ നയിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് നമ്മുടെ തന്നെ ജീവിതചര്യ കൊണ്ടേ പറ്റുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ ആചരിക്കണം, അത് ആചാര്യന്മാരാവണം, എന്നാൽ മാത്രമേ നമുക്ക് അവിടേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ. അവർ നമ്മളെ നോക്കണത് എന്താണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒരു കാര്യം പറയുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി, അതായത് സ്ഥിരത, ചെയ്യുന്ന പ്രവൃത്തിയിലും കാര്യങ്ങളിലും ചിന്തകളിലും ഉദ്ദേശത്തിലും സ്ഥിരത, പിന്നെ ഉദ്ദേശശുദ്ധി അതിൻ്റെ കൂടെ വേണം. അതായത് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടി ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് കള്ളത്തരമാണ്. അപ്പം നമ്മൾ ആ നിസ്വാർത്ഥമായിട്ടുള്ള ഉദ്ദേശശുദ്ധി എപ്പോഴും വേണം. അതാണ് നമ്മുടെ കോൺട്രിബ്യൂഷനും ഡിറക്ഷനും, ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയും ഇതാണ് വേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഈ ജനതയ്ക്ക് മനസ്സിലാവണമെന്നില്ല. അത് ഹിസ്റ്ററി നോക്കി അറിയാം. വലിയ പ്രോഫിറ്റ്സിൻ്റെ ഒക്കെ ഫോളോവേഴ്സ് 2 ജനറേഷൻ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. കൂടെ നിൽക്കുന്നവർ ക്രിട്ടിസൈസ് ചെയ്യാനും ക്രൂസിഫൈ ചെയ്യാനും നോക്കിയിട്ടുള്ളത്. കാരണം അവർക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന്. കാരണം പറയുന്ന ഭാഷ വ്യത്യാസമുണ്ട്. അവരതുവരെ കേട്ട ഒരു സംഭവമല്ല, ലാംഗ്വേജ് അല്ല. അപ്പോൾ അതിപ്പോൾ കൂടെ ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ ആ ആൾക്കാർക്കും ഒരു ലെവലിലുള്ള വൈബ്രേഷൻ ഫ്രീക്വൻസി അറിയാൻ പറ്റുന്നുണ്ടാവണം, അല്ലെങ്കിൽ വരില്ലല്ലോ. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ഈ സംഭവത്തിൽ കോമ്പറ്റീഷനൊന്നുമില്ല, കോമ്പറ്റീഷന് സ്കോപ്പില്ല. കാരണം എല്ലാവരും അവരവരുടെ നിയോഗം ചെയ്യണു, അതിൽ പ്രവർത്തിക്കുന്നു, അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ലോകത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ എനർജറ്റിക് പ്ലെയിൻ ഒരു വളരെ സീരിയസും മാത്രമല്ല വളരെ റെലവൻറ്റുമാണ്. കാരണം ഒരു യൂണി ഡയമെൻഷണൽ ആയിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ പലരും ഒരു വ്യക്തിക്കൊരു പേരുണ്ട്, പാരമ്പര്യമുണ്ട്, അച്ഛനും അമ്മയുടെയും പാരമ്പര്യം, സംസ്കാരത്തിൻ്റെയും സംസ്കൃതിയുടെയും പാരമ്പര്യം, പൈതൃകം എല്ലാം ഉണ്ട്. അത് വെച്ചിട്ടാണ് ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നത്. കുറച്ച് പിന്നാക്കം നോക്കുമോ, ഇതിൻ്റെ ബാക്കിലൊക്കെയുള്ള ഊർജ്ജത്തിൻ്റെ ലെവലിലേക്ക് വരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരാളെ മനസ്സിലാക്കുന്നത് ഒരു യൂണി ഡയമെൻഷൻ, 1 ഡയമെൻഷനായിട്ടാണ്. അതായത് വ്യക്തി ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടറായിട്ടേ കാണുള്ളൂ. പക്ഷേ ആ ഡോക്ടർ പല ഡയമെൻഷൻ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. മിനിമം പറയുകയാണെങ്കിൽ ഒരു ദിവസം ഈ ഉണർന്നിരിക്കുന്ന സമയം, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ തന്നെയുണ്ട്. 3 ഡയമെൻഷൻ 24 മണിക്കൂറിലുണ്ട്. അതേ സമയത്ത് നമ്മൾ ഓരോരുത്തരോടും ഇൻട്രാക്ഷൻ വരുമ്പോൾ നമ്മൾ വിവിധമായിട്ടുള്ള ഡയമെൻഷൻ ഉണ്ട്. അപ്പോൾ ഈ ഡയമെൻഷൻസ് നമുക്ക് പലതും ഉണ്ട്. പക്ഷെ അത് നമ്മൾ എല്ലാം കൂടെ ചുരുക്കിയിട്ട് ഒരു ഡയമെൻഷനിലേ ഓരോ വ്യക്തിയെ കാണുന്നുള്ളൂ. അതേ സമയത്ത് സ്പിരിച്വൽ ലൈനിലേക്ക് വന്നാലോ മൾട്ടി ഡയമെൻഷനിലായി, ഒരു ഡയമെൻഷനും ബാധകമല്ലാണ്ടായി. അതായത് എനർജറ്റിക് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിലും കൊള്ളും, എല്ലാത്തിലും ഉണ്ട് എന്നുള്ള ഡയമെൻഷൻ വരും. അപ്പോൾ വ്യക്തിയുടെ ഇത് മാറിയല്ലോ, വ്യക്തി ഒരു പ്രസൻസായി മാറും. അപ്പോൾ അതുവരെയുള്ളൊരു വ്യക്തിത്വം എന്നുള്ളത് വ്യക്തിത്വത്തിനെക്കാട്ടിലും കൂടുതൽ പ്രസൻസായിട്ട് വരും. ആ പ്രസൻസായി വരുമ്പോഴാണ് ആ വ്യക്തി ഒരു പ്രചോദനമാവണം ലോകത്തിന്. അല്ലെങ്കിൽ യൂണി ഡയമെൻഷനിൽ ലിമിറ്റേഷനുണ്ട്. ഒരു ഡയമെൻഷനിൽ വെച്ച് ഞാൻ ഇന്ന ആളെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വലയമുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ആൾ. പക്ഷേ ഒരു വ്യക്തി ഒരു പ്രസൻസായി മാറുമ്പോൾ ബൗണ്ടറി ഇല്ലാണ്ടായി. പിന്നെ എല്ലാവർക്കും നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റും, അവർക്ക് അവരെ കാണാൻ പറ്റും. അപ്പോൾ ആ ഡിഫറൻസാണ് നമ്മൾ ഈ എനർജറ്റിക് പ്ലെയിൻ വഴി, ഞാൻ മാത്രമല്ല എല്ലാ ഈ സ്പിരിച്വൽ മാസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ഗൈഡ്സിനോ എന്ത് വേണേൽ പറയാം, അവരെല്ലാവരും ഫോളോ ചെയ്യുന്ന ഇതാണ്. അതിപ്പോൾ അവരങ്ങനെ വേണം വെച്ച് ചെയ്യണമല്ല, ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് തീരുമാനിക്കണമല്ല, ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. അത് ഒരു ദിവസം അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല നമുക്ക്. കാരണം അത്രയും ഒരു ലിമിറ്റഡ് അല്ല നമ്മുടെ
ഈ പ്ലെയിൻ ഓഫ് എനർജി. അതെ. അതിൽ പിന്നെ ഒരു ഓർമ്മ വരുന്നത് ഉപനിഷത്തിലെന്നുകൊണ്ടൊരു മന്ത്രമുണ്ട്, മാപ്പ് തരണം, കാരണം ഞാൻ നിങ്ങളെ ഒരു രൂപത്തിലും ഒരു സ്ഥലത്തും ഒരു നാമത്തിലും ഒതുക്കാൻ ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. കാരണം നമ്മൾ പറയുന്ന സബ്ജക്റ്റിനെ ഒന്നിലും ഒതുക്കാൻ പറ്റില്ല. അതെ, അത്രയും സർവ്വവ്യാപിയാണ്. ഇപ്പോൾ രജിത്ജിയും അങ്ങും പറയുന്നത് ഒരുപാട് ഈ സ്പിരിച്വലായിട്ട് ചിന്തിക്കുക എന്നുള്ളതിനപ്പുറം നമുക്ക് അതിനെ വർണ്ണിച്ച് കൊടുക്കാൻ എന്നല്ലാണ്ട് അതിനെ കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത പല സംഗതികളെക്കുറിച്ചാണ് അങ്ങ് പറയുന്നത്. പക്ഷേ ഇത് ഇന്നത്തെ മോഡേൺ സയൻസുമായിട്ട് വളരെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിനെ മറികടന്നുകൊണ്ട് നമുക്കിതിനെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഡിബേറ്റ് എങ്ങനെ ഹെൽത്തി ആയിട്ടും പോകുന്നു? നല്ല ക്വസ്റ്റ്യൻ അത്. അതെന്താ കാരണം എന്നറിയാമോ? നമ്മളെല്ലാം ചിന്തിക്കുന്നത് നമ്മുടെ ലിമിറ്റേഷൻ വെച്ചിട്ടാണ്. ഒന്ന് മനസ്സുകൊണ്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റണം. ഇപ്പം നോക്കൂ, ഡെയിലി ലൈഫിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിലെ കണക്ഷൻ ഒരു ഡെയിലി ലൈഫിൽ മൊബൈൽ ഫോണായിട്ടാണ്, വ്യക്തികളായിട്ടല്ല. ഏറ്റവും കൂടുതൽ കണക്ഷൻ മൊബൈൽ ഫോണായിട്ടാണ്. അതിൽ വരുന്ന ഡാറ്റ നോക്കുക, ഇൻഫർമേഷൻ, എത്ര കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അതിൽ എത്ര % ഓർക്കും നമ്മൾ ആകെ പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഓർക്കുകയുള്ളൂ. അത് തന്നെ താൽക്കാലികമായിട്ടേ ഓർക്കുകയുള്ളൂ. പലതും നമ്മൾ വിട്ടുപോകും, കാരണം അത്ര ഡാറ്റ വരുന്നുണ്ട്. ഈ ഡാറ്റ ഇൻപുട്ട് ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ വളരെ കൂടുതലാണ്. അത് പ്രോസസ്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഈ സത്യത്തെ അറിയാൻ ശ്രമിക്കുന്നത് ഈ പ്രോസസ്സേഴ്സിൽ കൂടിയാണ്, അതായത് ബുദ്ധി കൂടിയോ മനസ്സിൽ കൂടിയാണ്. ഇത് രണ്ടിലും ഒതുങ്ങില്ല ഇത്. അപ്പോൾ അതിലാണ് നമ്മുടെ ഈ വലിയ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട്, 3 ടൈപ്പിലാണ് നമ്മുടെ ബുദ്ധിയുടെ പ്രയോഗം. അതിലൊന്ന് ബുദ്ധിയുടെ പ്രയോഗത്തിന് മേലെയാണ്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്തുനിന്ന് വന്ന നോളജ് എടുത്ത് പ്രോസസ്സ് ചെയ്യുക. അതാണ് 80% ആൾക്കാരും ലോകത്ത് ചെയ്യണത്. അതായത് ഒരു ഡാറ്റ പുറത്തുനിന്ന് എടുത്ത്, അത് പുസ്തകങ്ങളിൽ നിന്നാവാം, അധ്യാപകരിൽ നിന്നാവാം, റിലേറ്റീവ്സ് നിന്നാവാം, മതങ്ങളിൽ നിന്നാവാം, എന്തായാലും പുറത്തുനിന്നുള്ള ഇൻപുട്ടാണ്. അത് പിന്നെ എടുത്ത് പ്രോസസ്സ് ചെയ്തിട്ട് അത് നമ്മുടേതാക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ പല അഭിപ്രായങ്ങളും പറയണത്. ഇന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരെ വിശ്വസിക്കുക നമ്മൾ. നമുക്കറിയില്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അത്. പക്ഷെ നമ്മൾ അവരെ വിശ്വസിച്ചിട്ട് നമ്മൾ പറയും ഇത് ശരിയാണ്. എന്താ വെച്ചാൽ ഞാൻ സോഴ്സിനെ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മുടെ സംസ്കാരം എന്താ പറയണത്? നിനക്ക് അനുഭവിക്കാൻ പറ്റാത്തത് നിൻ്റെ അല്ല എന്നാണ്. അപ്പോൾ അത് വേറെ കാര്യം. അതൊന്ന്. പിന്നെ രണ്ടാമത് യുക്തബുദ്ധിയുണ്ട്. അതായത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അത് എവിടുന്ന ഡാറ്റ ഈ അസിമുലേറ്റഡ് തന്നെയാണ്, അതായത് കളക്ട് ചെയ്ത ഡാറ്റ തന്നെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് നമ്മുടേതാക്കുന്നത്. അതാണ് യുക്തബുദ്ധി എന്നുള്ളത്. അത് കുറേ പേര് വലിയ ചിന്തകരൊക്കെ യൂസ് ചെയ്യുന്ന അതാണ്, യുക്തബുദ്ധിയാണ്. ഇതിൻ്റെ മേലൊരു ബുദ്ധിയുണ്ട്, ഋതംബരാ ബുദ്ധി. അത് അവയർനെസ്സാണ്, കോസ്മിക് കോൺഷ്യസ്നെസ്സാണ്. അതിലേക്കുള്ള പാത എന്ന് പറഞ്ഞാൽ സൈലൻസാണ്. ഉള്ളിൽ സൈലൻസ് ആകുമ്പോൾ നമുക്ക് അവയർനെസ് വരും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനർജി പ്ലെയിൻ, നമ്മുടെ ഉള്ളിൽ എനർജി പ്ലെയിൻ ഉണ്ട്. അതുകൊണ്ടാണ് ജീവൻ എന്ന് പറയുന്നത്. അതായത് ഫിസിക്കലും മെറ്റാഫിസിക്കലും ജോയിൻ ചെയ്യുമ്പോഴാണ് ലൈഫ് എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത്. അത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡെത്ത് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ മെറ്റാഫിസിക്കൽ ആസ്പെക്റ്റ് ഇപ്പം ഉണ്ട്. ആ കണക്ഷനാണ് നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അറിയുമ്പോഴാണ് സ്പിരിച്വലായി എന്ന് പറയുന്നത്. അപ്പോൾ അത് മുഴുവൻ അവയർനെസ് ബേസ്ഡ് ആണ്. അതിന് സൈലൻസാണ് പാത. അതായത് എല്ലാം നിശബ്ദമാകുമ്പോൾ നമുക്ക് ഈ എനർജി മൂവ്മെൻറ്റ്സ് ഫീൽ ചെയ്യാൻ പറ്റും. അതിന് അവർ പറയുന്ന 2-3 വാതിലുകളുണ്ട്. ഒന്ന്, ഒരു സ്പേസ് ബിറ്റ്വീൻ ബ്രെത്ത്, ഇൻഹലേഷൻ്റെയും എക്സലേഷൻ്റെയും ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇതേപോലെ സ്പേസ് ബിറ്റ്വീൻ ഹാർട്ട് ബീറ്റ്. ഇതൊക്കെയാണ് മഹർഷിമാരും ഇവരൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെവനിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോണതിൻ്റെ വഴികളെന്ന് പറയണത്. അത് വരുമ്പോൾ എന്താ വരുന്നത് വെച്ചാൽ ഋതംബരാ ബുദ്ധിയാണ്, കോസ്മിക് കോൺഷ്യസ്നെസ് ആണ് നടക്കുന്നത്. ആ കോസ്മിക് കോൺഷ്യസിൽ നമുക്ക് അറിയാത്തൊന്നുമില്ല. അതെന്ത് വേണേൽ അറിയാൻ പറ്റും, ഏത് തലങ്ങളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതിനൊരു സ്റ്റിൽനെസ് വേണം. ആ ഒരു സൈലൻസിൽ കൂടെ നമുക്ക് വരുന്നൊരു സ്റ്റിൽനെസ് ഉണ്ട്. ആ സ്റ്റിൽനെസ്സിൽ നിന്ന് നമുക്ക് ഈ കോസ്മിക് അവയർനെസ്സിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ കോസ്മിക് അവയർനെസ് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഡയമെൻഷൻസ് ഇപ്പോൾ കാണുന്നൊന്നുമല്ല. അതായത് താങ്കളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലുള്ള ഒരേ കാര്യം കാണാൻ പറ്റുള്ളൂ. ഈ പുറത്ത് കാണുന്ന ഈ പേഴ്സണാലിറ്റി ഫസാഡ് ഉണ്ടല്ലോ, അത് മാറിപ്പോവും. കാരണം അതിന് റോളില്ല പിന്നെ. കാരണം ഒരു കർമ്മം അനുഷ്ഠിക്കാനായിട്ട് നമ്മൾ ഇത്ര കാലത്തേക്ക് എടുത്തിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണിത്. അതൊരു 30,000 ദിവസത്തേക്ക് എടുത്താണ്, വാടകയ്ക്ക് എടുത്താണ്. അതിട്ടിട്ട് പോവും. അപ്പോൾ അതിലേക്ക് വിലയേ വരില്ല, നമുക്കൊന്നും തോന്നില്ല. നിങ്ങൾക്ക് വ്യക്തിത്വം ഉണ്ടല്ലേ, നന്നായി. പക്ഷെ അതൊന്നുമല്ല എന്ന് നമുക്കും തോന്നും, അവർക്കും തോന്നും. അപ്പോൾ ഈ ഡിസ്കഷൻ വരുമ്പോൾ ഈ ഇൻ്റലക്ച്വൽ ലെവലിൽ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആൻസർ ചെയ്യാറില്ല.
കാരണം അതിന് ശാശ്വതമായിട്ട് ഒരു ആൻസർ ഇല്ല. എന്താ വെച്ചാൽ ഡയമെൻഷൻ ഷിഫ്റ്റിംഗ് ആണ്, എല്ലാം ചേഞ്ചസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം പറയില്ല, ഇപ്പോൾ സൂര്യൻ കിഴക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അത് പലപ്പോൾ പറയാൻ പറ്റില്ല, മാറിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓരോ ചേഞ്ചസിൽ കൂടെ പോകുമ്പോൾ നമുക്കത് താൽക്കാലികമായിട്ടുള്ള സത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് വേസ്റ്റ് ഓഫ് ടൈമാണ്. പക്ഷേ ശാശ്വതമായിട്ട് സത്യമുണ്ട്. ബിക്കോസ് ഓഫ് സൺ എർത്ത് റിമെയിൻസ്, അല്ലെങ്കിൽ ലൈഫ് ഓൺ എർത്ത് റിമെയിൻസ്. സൂര്യൻ ഉള്ളതുകൊണ്ട് ബ്രഹ്മസ്വരൂപനും വിഷ്ണു സ്വരൂപനും രുദ്രസ്വരൂപനും ഒക്കെ ആയിട്ട് സൂര്യൻ്റെ എനർജി വെച്ചിട്ട് നമ്മൾ ജീവിക്കണമെന്ന് പറയാൻ പറ്റും. അപ്പം അങ്ങനെ ഈ 3 ലെവലിൽ കാണണം. ഒന്ന് ഈ ശ്രുതബുദ്ധി, അതായത് അക്വയർഡ് നോളജ്. രണ്ടാമത്തത് യുക്തബുദ്ധി, അതായത് യുക്തിപരമായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലാക്കിയിട്ടുള്ള നോളജ്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് എടുത്തുള്ള നോളജ്. മൂന്നാമത്തത് ഋതംബര ബുദ്ധി, ഈ നോളജിലൊക്കെ ബിയോണ്ട് ആയിട്ടുള്ള അവെയർനെസ്. ഈ 3 ലെവലിൽ ഒരു വ്യക്തിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്നത്തെ സമയത്ത് പലരും ആ ലെവലിലേക്ക് പോണില്ല. എന്താ കാരണം വെച്ചാൽ ആൾക്കാർ പറയാം, നീ ശ്രുതബുദ്ധിയിൽ നിന്നാൽ മതി, പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറയും, ചോദിക്കരുത് എന്ന് പറയും. പക്ഷെ ചോദിച്ചില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ലോ. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ അങ്ങനെയില്ല. ക്വസ്റ്റ്യൻ എന്നാണ് പറയണത്. നീ ചോദിക്കണം. പിന്നെ മാത്രമല്ല, ഈ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ശ്രുതബുദ്ധി. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കൊരു കാർ ഓടിക്കാൻ പഠിക്കണമെങ്കിൽ അതിലൊരു പഠിപ്പിക്കണം, അല്ലെങ്കിൽ ആ പഠിക്കണം, ദാറ്റ് ഈസ് ഓക്കെ, ദറ്റ്സ് നോ പ്രോബ്ലം. ബട്ട് വെൻ യു ഡ്രൈവ് അപ്പോൾ നമ്മൾ യുക്തി തന്നെ യൂസ് ചെയ്യണം. എവിടെ നിർത്തണം, എങ്ങോട്ട് തിരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഒരാൾക്കും സ്ഥിരമായി പഠിപ്പിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ ടാലൻറ്റ് യൂസ് ചെയ്യണം, അങ്ങനെ പോവുകയാണ്. അതേ സമയത്ത് ഋതംബര ബുദ്ധി നമുക്ക് ഒരു ഡയമെൻഷൻ അറിയണമെങ്കിൽ നമ്മൾ ഈ 3 സ്റ്റേജ് ഉണ്ടല്ലോ, അതായത് വേക്കിംഗ് സ്റ്റേറ്റും ഡ്രീം സ്റ്റേറ്റും ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റിൻ്റെയും മുകളിൽ പോകുന്ന ഒരു സ്റ്റേറ്റിൽ നിൽക്കണം. അതായത് എല്ലാത്തിനും നമ്മൾ സാക്ഷിഭാവത്തിൽ കാണണം. ആ സാക്ഷിഭാവത്തിൽ കാണുമ്പോൾ നമുക്ക് ഈ ലൈഫ് ഇങ്ങനെ നടക്കുന്നത് കാണാൻ പറ്റും. പലപ്പോഴും ഭാവി അറിയാൻ പറ്റും, ഇന്ന മാതിരി വരുള്ളൂ എന്ന് അറിയാൻ പറ്റും. കാരണം നമ്മുടെ പ്ലെയിൻ ഓഫ് ഓപ്പറേഷൻ എനർജിയാണ്. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ടൈം ഉണ്ട്. അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ 11ാമത്തെ ചാപ്റ്ററിൽ കാണിച്ചു കൊടുത്തല്ലോ ഗീതയിൽ. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒന്നിച്ചാണെന്ന്. അതായത് അർജുനോട് പറഞ്ഞു, നീ കൊല്ലാൻ പോകുന്ന ആൾക്കാരൊക്കെ ഓൾറെഡി പോയിക്കണം, അതായത് കഴിഞ്ഞിരിക്കണം, ഈ സംഭവം കഴിഞ്ഞിട്ടുണ്ട് ഇൻ ആബ്സല്യൂട്ട് ടൈം. അപ്പോൾ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ വെർട്ടിക്കൽ ടൈമും ഈ നമ്മൾ ഇന്നലെ ഇന്ന് നാളെ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ടൈമും രണ്ടും നമുക്ക് ബാധകമാണ്. ഇപ്പോൾ ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റ് സുഷുപ്തി അവസ്ഥയിൽ നമുക്ക് ഹൊറിസോണ്ടൽ ടൈം ഇല്ലല്ലോ. ടൈമുണ്ട് അത് ജീവിതം നോക്കുമ്പോൾ, പക്ഷേ നമ്മുടെ അനുഭവത്തിലില്ല. അനുഭവത്തിൽ നമ്മൾ ഉറങ്ങുമ്പോൾ അറിയുന്നില്ലല്ലോ, കംപ്ലീറ്റ്ലി എംപ്റ്റിയാണ്. അപ്പോൾ വെർട്ടിക്കൽ ടൈം ലെവലിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഹൊറിസോണ്ടൽ ടൈമിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഞാൻ ഇന്നലെ ചെയ്തു, നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോഴാണ് വരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഡയമെൻഷൻസ് ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ അതിൽ അറ്റൻഷൻ കൊടുക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അതിപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരുപാട് മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ ഫോളോയിങ് ഒട്ടുമുക്കാലും യൂത്തല്ലേ ലോകത്ത്, അവർക്കത് മനസ്സിലാവുണ്ട്, അവർ പിടിക്കാൻ പറ്റുന്നുണ്ട്, അവർക്കത് അത് അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതാണ്. ഇപ്പോൾ LMRK കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്. LMRKയുടെ അതൊരു പുതിയൊരു സംരംഭമാണ്. ഇത് നമ്മൾ കുറച്ച് ന്യൂസൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മുടെ LMRKയുടെ സ്വത്വം എന്ന് പറയുന്നത് ഒരു ആധ്യാത്മികതയാണ്. അവിടെ നിന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സും പൊളിറ്റിക്സും ആ ഒരു മേഖലയിലോട്ട് വരുമ്പോൾ അങ്ങേപ്പോലൊരാൾക്ക് എന്താണ് അതിനോട് പറയാനുള്ളത്? എന്താണ്? അല്ല, പൊളിറ്റിക്സൊക്കെ സൂപ്പർഫിഷ്യലാണ്, അതിൽ ഗൈഡൻസ് ആണ് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡെമോഗ്രഫി ഈസ് ദ ഡെസ്റ്റിനി. അപ്പോൾ നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് നമ്മുടെ ഡെമോഗ്രഫിയും നമ്മുടെ പൊളിറ്റിക്കൽ തിങ്കിങ്ങുമാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പലപ്പോഴും ഈ ആൾക്കാർ പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന പല ഈ സ്യൂഡോ സെക്യുലറിസം, സ്യൂഡോ ഇൻ്റലക്ച്വലിസം, ഇങ്ങനെ കുറേ ഈ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പൊലിപ്പിച്ച് ആൾക്കാരതിൽ വിശ്വസിപ്പിച്ച് ഒരു കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട്. പക്ഷേ ഈ പിന്നെ സ്പിരിച്വൽ ലെവലിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കൺഫ്യൂഷന് ചാൻസ് ഇല്ല അവിടെ. കാരണം ക്ലാരിറ്റി വരുള്ളൂ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഈ കൺഫ്യൂഷൻ വരുന്നത് നമ്മൾ പലപ്പോഴും അറിവില്ലാത്തതുകൊണ്ടാണ്. ഒരു കാര്യത്തിൽ എപ്പോഴാണ് കൺഫ്യൂഷൻ വരിക, ആ സബ്ജക്റ്റിനെ കുറിച്ചൊരു നോളജ് ഇല്ല. അപ്പോൾ വല്ലവരും പറയുന്നത് വിശ്വസിക്കും. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഈ പൊളിറ്റിക്കൽ ഒരു സ്ട്രക്ചറിൽ തന്നെ അങ്ങനെയുണ്ട്. ഇപ്പോൾ ഈ ഹിറ്റ്ലർ ഈ ജൂതന്മാർ എനിമീസാന്ന് പറഞ്ഞ് ആ ജനതയെ വിശ്വസിപ്പിച്ചു. അതുകൊണ്ട് അവരെ കൊല്ലുന്നതിൽ ഇവർക്ക് വിഷമമുണ്ടായിരുന്നില്ല. അത് പല പട്ടാളക്കാരും പിന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങളെ ക്രൂരന്മാരായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ മറ്റേ കൺവിക്സ് ആയിട്ട് കാണുന്നത്, അവരെ പിടിച്ചത് എന്തിനാന്ന് ചോദിച്ചു.
അത് ഞങ്ങൾ ഒരു സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്തതല്ലേ എന്ന്. അപ്പോൾ അത്രയും വിശ്വാസം വന്നു. ഒരു അപ്പോൾ ഇങ്ങനത്തെ വിശ്വാസം വരുന്ന ആൾക്കാരോട് പലപ്പോഴും ഡിസ്കസ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ യൂത്തിന് പറഞ്ഞ് മനസ്സിലാക്കണം, ഈ ലോകം ഇത്ര സങ്കുചിതമല്ല. ഒരു മതത്തിൻ്റെയോ ഒരു ഇതിൻ്റെ ഒന്നും ബേസിസിലല്ല. ഒരു രാജ്യത്തിൻ്റെ സംസ്കാരമാണ് ഏറ്റവും വലിയ കാര്യം, പൈതൃകം വലിയ കാര്യമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട നമ്മുടെ ഇതിപ്പോൾ കുറച്ച് പേരുടെ അല്ല, എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും കർത്തവ്യമാണ്. കാരണം ഇപ്പം നമ്മൾ 195 രാജ്യത്തുണ്ട്. ഈ 195 രാജ്യത്തിൻ്റെയും ഫൈനൽ ബേസ് എന്താണ്? അതിൻ്റെ കൾച്ചറാണ് അല്ലേ? ആ കൾച്ചർ ബേസിസിലാണ് നമ്മൾ ആ രാജ്യത്തിനെ കാണുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്ത് പോകാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, ഇപ്പോൾ പാരീസിൽ പോകുക വിചാരിക്കും, പാരീസിന് ഇഷ്ടപ്പെടുന്ന ആ പാരീസിൻ്റെ ഒരു കൾച്ചറുള്ളതുകൊണ്ടാണ്. ഒരു ദിവസം രാവിലെ ആ കൾച്ചർ മാറിക്കഴിഞ്ഞാൽ നമ്മൾ പാരീസിൽ പോയില്ലല്ലോ. അതെ. ഇപ്പോൾ എനിക്ക് പെറുവിയൻ ഗവൺമെൻറ് എനിക്കൊരു സീൽ ഓഫ് തന്നു, മറ്റേ ഒരു ഓണർ തന്നു പെറുവിൽ. അപ്പോൾ ഞാൻ അവിടെ കൊടുത്ത സ്പീച്ച് പറഞ്ഞാണ്, അതായത് ഞാനിവിടെ വരുന്നത് നിങ്ങളുടെ കൾച്ചർ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അതായത് അവരുടെ ഒരു ഷമാനിക് കൾച്ചറൊക്കെയാണ്, നല്ല നല്ല കൾച്ചറുണ്ട്. അവർക്ക് വളരെയധികം ഭൂമിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്കിവിടെ വരാൻ താല്പര്യമുള്ളത് നിങ്ങളുടെ ഈ കൾച്ചർ എനിക്കിഷ്ടമാണ്. പക്ഷേ നിങ്ങളെല്ലാവരും അമേരിക്കൻസായ ഞാൻ അമേരിക്കയിലേ പോകുള്ളൂ. കാരണം അത് ഇൻവൈബ് ചെയ്തിട്ട് എല്ലാവരും മാറിക്കഴിഞ്ഞാൽ എനിക്കിവിടെ വന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കൾച്ചറൽ മൈഗ്രേഷൻ പലപ്പോഴും ഒരു നേഷൻ്റെ അസ്തിത്വം തന്നെ മാറ്റും. ആ ലെവലിൽ പൊളിറ്റിക്സിനെ ഗൈഡ് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നത് സ്പിരിച്വൽ ലീഡേഴ്സാണ്. അതേപോലെ ഇപ്പം നമ്മൾ പാസ്റ്റ് എടുത്ത് നോക്കുക, ഇപ്പോൾ കഥകളിൽ തന്നെ വായിച്ചറിയാം, എല്ലാ രാജാക്കന്മാരുടെയും അഡ്വൈസേഴ്സ് സന്യാസിമാരാണ്. അവർക്ക് രാജ്യഭരണത്തിൽ ഒരു റോളും ഇല്ല. അപ്പോൾ അവരെന്താ പറയുക, ധർമ്മപ്രകാരം അല്ലെങ്കിൽ ധർമ്മം നിലനിർത്തിയിട്ട് ഭരിക്കാനാണ് പറയുക. അതായത് ന്യൂട്രാലിറ്റി, ഇക്വാലിറ്റി, പീസ്ഫുൾനെസ്, അല്ലെങ്കിൽ പിന്നെ ജുഡീഷ്യസ് റൂൾ, അതൊക്കെ പറയുള്ളൂ. അല്ലാണ്ട് അവർ വേറെ ആൾക്കാർ മോശമാണെന്നോ, ഇവർ മോശമാണ്, അവർ ശരിയല്ല, കുറച്ച് പേർക്ക് കുറച്ചധികം കൊടുക്കുക, ഒന്നും പറയില്ല. അത് എല്ലാവരും സമാധാനമായിട്ട് സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണം, അങ്ങനെ ഒരു ശാന്തിയും സമാധാനം നിലനിർത്തണമെന്ന് അവർ പറഞ്ഞു കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ അഡ്വൈസേഴ്സ് ബിസിനസ്സുകാരായി. അപ്പോഴേക്കും അവർ രാജാക്കന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത് ബിസിനസ് എങ്ങനെ നന്നാക്കാമെന്നാണ്. അല്ലെങ്കിൽ ബിസിനസ്, ഇപ്പോൾ ബ്രിട്ടീഷ് റൂളൊക്കെ അതാണ്, കൊളോണൈസേഷൻ അതാണ്. അതുകൂടെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇൻഡസ്ട്രിയലിസ്റ്റ് വന്നു. ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ കൂടെ വന്നതാണ് ഈ സോൾട്ട് ആൻഡ് ഷുഗർ കൺട്രോൾ. ഒന്നെങ്കിൽ ഉപ്പ് അല്ലെങ്കിൽ മധുരം എന്നുള്ള ലെവലിലുള്ള എല്ലാ സാധനങ്ങളും വെച്ച് ജനങ്ങളെ പ്രലോഭിപ്പിച്ച് കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെ ഒരു കൾച്ചർ വന്നു. അതിൻ്റെ കൂടെ വന്ന വേറൊരാണ് ഇപ്പോൾ നടക്കുന്നത്. വാർ മെഷീൻ മേക്കേഴ്സാണ് റൂളേഴ്സിനെ ഗൈഡ് ചെയ്യുന്നത്. അവരെന്താ ഗൈഡ് ചെയ്യുക? യുദ്ധം വേണമെന്ന്. ആ ഒരു ലെവലിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതൊക്കെ കലിയുഗത്തിൻ്റെ ഡീജനറസിയാണ്. അത് ശ്രീകൃഷ്ണൻ മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ പറഞ്ഞു കൊടുത്തിട്ടൊരു കാര്യം, അത് ബി പ്രാക്ടിക്കൽ ബിഫോർ ബീയിങ് സ്പിരിച്വൽ. അതായത് നിങ്ങൾ കണ്ണ് തുറന്നിരിക്കണം, കാണണം, ചെയ്യേണ്ടത് ചെയ്യണം. എന്നിട്ട് 3 ഗൈഡൻസും കൊടുത്തു. പാവങ്ങളെ അല്ലെങ്കിൽ ശക്തിയില്ലാത്തവരെ പരിരക്ഷിക്കുക, ദുഷ്ടത കാണിക്കുന്ന ആൾക്കാരെ ക്വാറന്റൈൻ ചെയ്യുക, മാറ്റി നിർത്തുക, ധർമ്മം എപ്പോഴും പരിപാലിക്കണം, അത് ഓരോരുത്തരുടെയും കർത്തവ്യമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ഇപ്പം നിൽക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഡീജനറസി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ വന്നാണ് മോറൽ ബാങ്ക്രപ്സി. മോറൽ ബാങ്ക്രപ്സി നമുക്കിപ്പോൾ കാണാം. ഇപ്പം നോക്കുമോ, ഞാൻ ഒരു ഈ ക്രൂവൽറ്റിയുടെ എഗൻസ്റ്റായിട്ട് പല സ്ഥലത്തും സംസാരിക്കുന്നൊരു വ്യക്തിയാണ്. PETA ഉണ്ടല്ലോ, പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ്. അവരെനിക്ക് അവാർഡ് തന്നിട്ടുണ്ട്, മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വീഗൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ മദർഹുഡ് എന്നൊരു സബ്ജക്റ്റ്, മദർഹുഡ് അതായത് മാതൃത്വം ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അത് വളരെ ശക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അവരാണ് അടുത്ത ജനറേഷൻ്റെ ഒരു ഫ്രീക്വൻസി സെറ്റ് ചെയ്യുന്ന ഒരു അമ്മയാണ്. അതായത് ആ കണക്ഷൻ, ഒരു അമ്മയും കുട്ടിയായിട്ടുള്ള കണക്ഷൻ കുറേ മാസമെങ്കിലും സൊസൈറ്റി ആയിട്ടുള്ള കണക്ഷന് കൂടുതലുണ്ട്. കാരണം അവർ ഗർഭപാത്രത്തിൽ ചുമക്കുന്ന സമയത്തുള്ള കണക്ഷൻ ഉണ്ടല്ലോ, ഒരു തമ്മിലുള്ള കണക്ഷൻ, അത് സേക്രഡാണ്. അത് നമ്മൾ ഇപ്പോൾ ഏത് ഒരു മൃഗത്തിനെ എടുത്താലും നമ്മൾ നോക്കിയിട്ടുണ്ടോ, ഒരു പശു ഒരിക്കലും അതിൻ്റെ കുട്ടിയുടെ കൂടെ അല്ലെങ്കിൽ കുട്ടിക്ക് പശുവിൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ കുടിക്കുന്ന പാല് അത് വിഷമായി മാറില്ലേ? കാരണം അതിൽ മുഴുവൻ ദുഃഖമാണ്. ഒരു കുട്ടി നഷ്ടപ്പെട്ട അമ്മയുടെ ദുഃഖമാണ്. അപ്പോൾ ആ ദുഃഖം നമ്മുടെ മേത്തും വരില്ലേ?
നമ്മുടെ സിസ്റ്റത്തിൽ കയറുകയല്ലേ. അതൊന്ന്. പിന്നെ ഞാനിപ്പോൾ ഒരു റഫ് എസ്റ്റിമേറ്റ് പറയുകയാണ്, 8 മില്യൺ പശുക്കുട്ടിയാണ് ഒരു കൊല്ലം അമേരിക്കയിൽ കൊല്ലുന്നത്. ഓൾമോസ്റ്റ് സെയിം ഓസ്ട്രേലിയയിൽ ഒരു കൊല്ലം. കാരണം ഈ ഡയറി ഇൻഡസ്ട്രി ചെയ്യുന്നതാണ് പാലിന് വേണ്ടിയിട്ട്. അപ്പോൾ പശു പാല് ചുരത്തുന്നത് അവനവൻ്റെ കുട്ടിക്കാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൾച്ചറിലാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എനർജി ഫ്രീക്വൻസി നോക്കും. ആ എനർജി ഫ്രീക്വൻസി വളരെയധികം ദുരിതമുള്ളതാണ്. കാരണം നമ്മൾ ഇവരെ ഇപ്പോൾ പിഗ് ഫാംസ് നോക്കിക്കോളും. ഈ കുട്ടികൾക്കും അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റണില്ല, എടുത്തു മാറ്റും. ഈ സക്ലിംഗ് പിഗ്ലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയ പന്നിയുടെ കുട്ടിയാണ്, അതിനെ കൊന്നിട്ട് അവർ കുക്ക് ചെയ്ത് തരികയല്ലേ. അപ്പോൾ സം മദർ ഈസ് ക്രൈങ്. അങ്ങനെ ഈ മദർഹുഡ് ഇങ്ങനെ കരയുമ്പോൾ, അതായത് മാതൃത്വം കരയുമ്പോൾ അത് സൊസൈറ്റി ബാധിക്കില്ലേ. അതാണ് പല സൈക്കോസോമാറ്റിക് ഇഷ്യൂസിൻ്റെയും പുറകിലുള്ളത് ഇപ്പോൾ. കാരണം ഈ ഒരു ദുഃഖം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമ്മൾ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്, പല പല അവയർനെസ്സും പല പല റിവൈവൽ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കേ പറ്റുള്ളൂ. ഇതൊന്നും മാറ്റാൻ നമുക്ക് കപ്പാസിറ്റി ഇല്ല ഒറ്റയ്ക്ക്. പിന്നെ ഓരോരുത്തരും ഇപ്പോൾ പറഞ്ഞ പോലെ രജിത്ജി അവനവൻ്റെ കാര്യം ചെയ്യുന്നുണ്ട്, പല പല മാസ്റ്റേഴ്സ് അവരവരുടെ കാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ പൊതുവേ ഒരു ചേഞ്ച് ലോകത്ത് വരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ വൈസസ് എടുക്കുക വിചാരിക്കുക, നമ്മുടെ ദൂഷ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് ഒരു ഹാബിച്വലായി മാറി. അതായത് ഇറ്റ്സ് ഓക്കെ ടു കിൽ, ഇറ്റ് ഈസ് നോട്ട് ഓക്കെ ടു കിൽ. അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. അതായത് ഞാൻ എപ്പോഴും പറയുന്നു, എനിക്ക് ഏറ്റവും ചിന്തിക്കുന്നത്, അത് ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്, അതായത് വാർസ് ബിഗിൻ ഇൻ അബറ്റേഴ്സ്. അറവുശാലകളിലാണ് യുദ്ധങ്ങൾ തുടങ്ങുന്നത്. കാരണം അവിടെയാണ് നമ്മൾ ബ്ലഡ് സ്പില്ല് ചെയ്ത് പഠിക്കുന്നത്. പിന്നീട് അത് സൊസൈറ്റിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ ക്രൈമിൻ്റെ ബിഗിനിങ് ഈ കൊല്ലാം എന്നുള്ളൊരു ഫീലിംഗ്, അവർ ജീവിച്ചിരിക്കേണ്ട കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരും. നമ്മളെ പോലെ തന്നെ എല്ലാവരും ജീവിക്കണം ഫുൾ ലൈഫ്. അത് അധികമൊന്നുമില്ല. ഇപ്പോൾ ഒരു നായയാണെങ്കിൽ 20 years ഒറ്റേ ഉള്ളൂ, പശു ആണെങ്കിലും അത്രയേ ഉള്ളൂ. നമുക്ക് 100 കൊല്ലം, അതായത് 30,000 ദിവസം അല്ലെങ്കിൽ 35,000 ദിവസം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ഫ്രീക്വൻസിയാണ് അല്ലെങ്കിൽ എന്തൊരു വൈബ്രേഷനാണ് പുറത്തേക്ക് കൊടുക്കുന്നത് എന്നുള്ളതും കൂടെ ഇതിൽ വലിയ കാര്യമാണ്.